ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ഇവിടെ പറഞ്ഞു ഈ പറയുന്ന ദിമിറ്റ്യൂഡ് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 9:29, അതായത് കീഴൊതുങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്ക്, ജിസിയ കൊടുക്കുന്നത് വരേക്ക് അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ എന്താണ്? കീഴൊതുങ്ങുക എന്നല്ലേ? ഇനി അതിന്റെ അർത്ഥം ഇനി നമ്മൾ വേറെ ഇനി മലയാളം പഠിപ്പിക്കണം. എനിക്ക് അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കണം, എന്താണ് ഇതിൽ പറയുന്നത്? സബ്ജുഗേഷൻ, ഓപ്പറേഷൻ, ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്, കീഴൊതുങ്ങുക. ഓക്കെ, ഇപ്പൊ ഞാൻ കേട്ടില്ല. ഇത് എന്താന്ന് എനിക്ക് തോന്നുന്നു, ജിസിയ അവർക്ക് കീഴൊതുങ്ങി ജിസിയ നൽകുക എന്നുള്ളത് ആ പോയിന്റ് അല്ലേ ഇത്? അതെ അതെ. ഓക്കെ ഓക്കെ. ഇത് ഓൾറെഡി ക്ലിപ്പ് 1-ലും ഇത് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും കുറച്ച് അത് കേൾക്കാത്തവർക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. പൊതുവെ ജിസിയ എന്ന് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, മുസ്ലിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്ന ടാക്സ് സക്കാത്തും മുസ്ലിം അല്ലാതെ ആൾക്കാരെന്ന് വാങ്ങിക്കുന്നത് ജിസിയ, എല്ലാ നോൺ മുസ്ലിം ആൾക്കാരെന്ന് വാങ്ങിക്കുന്നതാണ് ജിസിയ എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ ജിസിയ വാങ്ങിച്ചിരുന്നില്ല പ്രവാചകൻ. മദീനയിൽ ഉണ്ടായിരുന്ന ഈ ഇതുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഈ അസാം അലിക്കും പറഞ്ഞ ആൾക്കാർ, ശവമഞ്ചം എടുത്തോണ്ട് പോയവര്, അതുപോലെ പണയം വെച്ചവര്, ആ മദീനയിലുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ജിസിയ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. എല്ലാ ജൂതന്മാരടുത്തുനിന്നും എല്ലാ നോൺ മുസ്ലിംസ് ഒന്നും വാങ്ങിക്കുന്ന ടാക്സിന്റെ പേരല്ല ജിസിയ. ജിസിയ മേടിക്കുന്ന എപ്പോഴെന്താന്ന് വെച്ചാല്, അവര് നമ്മളടുത്ത് യുദ്ധത്തിന് വരുന്നു, ഒരു രാജ്യം, ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ഗോത്രം ആരെങ്കിലും ഇസ്ലാമിനോട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് മുസ്ലിം ഇതും റെഡിയായി പോയി അവിടെ യുദ്ധത്തിന് തയ്യാറായി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻ അവർക്ക് കൊടുക്കും. ഓക്കെ, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി വന്നു, അതാ ഞങ്ങളും വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് 3 ഓപ്ഷൻ തരാം. ഒന്ന്, നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ യുദ്ധമില്ല. രണ്ടാമത്തത്, ജിസിയ തരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ജോലി നോക്കി നിങ്ങളുടെ രാജ്യമായിട്ട് തന്നെ അങ്ങനെ തന്നെ നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് കീഴൊതുങ്ങുന്നു എന്നുള്ളതിന് ഒരു പ്രൂഫായിട്ടാണ്. പിന്നെയും വന്ന് നമ്മുടെ റിസോഴ്സസും നമ്മുടെ ഇതിനായിട്ട് ആ ധൈര്യം വരരുത്. പിന്നെയും ഞങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ജിസിയ എന്ന് വാങ്ങിക്കുന്നത്. മൂന്നാമത്തതാണ് എന്താണ്, മുസ്ലിം ആവുക അല്ലെങ്കിൽ യുദ്ധം. മൂന്നാമത്തെ ഓപ്ഷനാണ് യുദ്ധം. ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ മുസ്ലിം എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ ജീവിക്കും. ആ ഹദീസുകളൊക്കെ പാർട്ട് 1-ൽ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. അല്ലെ ജിസിയ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ അത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് പറയാനുണ്ട്. യുദ്ധത്തിന് വരുമ്പോഴാണ് ഒരു രാഷ്ട്രം ഇങ്ങോട്ട് യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ തയ്യാറെടുക്കുകയോ ചെയ്തിട്ട് നമ്മളെ മെനക്കെടുത്തി നമ്മുടെ ജോലിയും എല്ലാം കളഞ്ഞിട്ട് അവിടം വരെ പോയി അവരെ എതിരിടാനായിട്ട് എല്ലാ സന്നാഹങ്ങളും പോയി നിൽക്കുമ്പോ ആ സമയത്ത് പിന്നെ അവർക്ക് ഇതില്ല, എന്താണ്, ഓക്കെ അവർ യുദ്ധം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു വരത്തില്ല. അല്ലെങ്കിൽ പിന്നെയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് പറയും, നിങ്ങൾ മുസ്ലിം ആവണമെങ്കിൽ എല്ലാം തീർന്നു ഇതോടെ. അതല്ല, മുസ്ലിം ആവത്തില്ല എന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾ ജിസിയ കപ്പം നൽകുക, ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് കപ്പം നൽകുക. അതിനും പറ്റത്തില്ല, കാരണം യുദ്ധം. അപ്പം യുദ്ധത്തിന് ആരാണോ തയ്യാറായി വന്നത് അവര് അവിടെ യുദ്ധം ചെയ്യാതെ ഞങ്ങൾ മടങ്ങിക്കോളാം, ഞങ്ങൾ നിങ്ങൾക്ക് കീഴൊതുങ്ങിക്കോളാം എന്ന് പറയുന്ന ഓപ്ഷനിൽ മാത്രമാണ് ജിസിയ വരിക. അല്ലാതെ എല്ലാ നോൺ മുസ്ലിംസ്, ഔറംഗസീബ് ജിസിയ വാങ്ങിച്ചു എന്ന് പറയും. ഔറംഗസീബ് എല്ലായിടത്തും വാങ്ങിച്ചില്ല. അദ്ദേഹം എവിടാണ് യുദ്ധത്തിന് പോയത്, യുദ്ധത്തിന് പോയി പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ കീഴടങ്ങിയ ആൾക്കാർക്കാണ് ഇത് ചെയ്യുക. ഇതിന്ന് വേറൊന്നും കൂടെ മനസ്സിലാക്കാം. എല്ലാത്തിനും നിർബന്ധിച്ച് മതം മാറ്റുന്നു, യുദ്ധം ചെയ്താണ് മതം മാറ്റിയെന്ന് പറഞ്ഞതിന് നേരെ എതിരാണിത്. അപ്പൊ ഈ മതം മാറാൻ പറയുന്നില്ല, അത് ഒരു ഓപ്ഷനാണത്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിൽക്കാം, നിങ്ങളുടെ രാജ്യങ്ങൾ പോലെ നിങ്ങൾക്ക് എല്ലാ ഇതും സൗകര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ അവിടെ തന്നെ ജീവിക്കാം, പഴയ പോലെ തന്നെ ജീവിക്കാം. പക്ഷെ ഞങ്ങൾക്ക് കീഴൊതുങ്ങി, ഇതെല്ലാം രാഷ്ട്രത്തിനാണ് പറയുന്നത്. ഇത് ഒരു ഇൻഡിവിജ്വൽ മുസ്ലിം എന്നുള്ള രീതിയിലാണ് ആരിഫ് ഹുസൈൻ കൊണ്ടുവന്നത്. ഇപ്പൊ ഒരാൾ പോയി അടുത്ത ആളുടെ അടുത്ത് ജിസിയ വാങ്ങിക്കാൻ പറ്റുമോ? അയൽക്കാരൻ്റെ അടുത്ത് പോയിട്ട്, ഒരു മുസ്ലിം അയൽക്കാരന്റെ ഒരു ജൂവിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ, എനിക്ക് ജിസിയ അതാന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിൽ തന്നെ മനസ്സിലാക്കാൻ ഇത് രാഷ്ട്രത്തിന് പറഞ്ഞാന്നുള്ളത്. ഈ സംഭവങ്ങളെല്ലാം അതുമായിട്ട് ചേർന്ന ഹദീസുകളെല്ലാം ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക്, രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിക്ക് അഡ്രസ് ചെയ്ത കാര്യങ്ങളാണ്. യുദ്ധം ചെയ്യുന്നതും ജിസിയ വാങ്ങിക്കുന്നതല്ല, അല്ലാതെ സ്വന്തം ഓരോരുത്തരായിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ ഇവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആയത്തിന് അവർക്ക് പറ്റത്തില്ല, രാഷ്ട്രം നല്ലപോലെ അറിയാം. ബാക്കി ആയത്തുകളുണ്ടല്ലോ യുദ്ധം പറഞ്ഞ്, അതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് കൈവെട്ടുക, അവർ കണ്ടെടുത്ത് വെച്ച് വെട്ടുക, ഈ പറയുന്നതെല്ലാം ഇൻഡിവിജ്വൽ ആക്കും. അതും രാഷ്ട്രത്തിനാക്കേണ്ടതാണ്. യുദ്ധം ചെയ്യേണ്ട രാഷ്ട്രമാണെങ്കിൽ ആ ആയത്തുകളെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അത് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ആൾക്കാരെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വളരെ നീചമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ജിസിയ എന്നുള്ളത് നമ്മളെ ആക്രമിക്കാൻ വന്ന് അതുമായിട്ട് നേരിടാനായിട്ട് ഇസ്ലാം ആർമി ചെന്ന് കഴിഞ്ഞാൽ
പിന്നീട് അവരുടെ അടുത്ത് പറയുന്നതാണ്. അപ്പൊ എന്ത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ അവർ സെക്യൂരിറ്റി ഏറ്റെടുക്കും. ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ഇവരുടെ കൺട്രോളായി, മുസ്ലിം ആർമിയുടെ കൺട്രോളായി. അതുപോലെ അവരും അവരുടെ ആ രാഷ്ട്രത്തിന്റെ പ്രജ പോലെ അവർക്ക് ഫീൽ ചെയ്യും. ജക്കാത്ത് മുസ്ലിങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ രാഷ്ട്രത്തിൽ നമുക്ക് ടാക്സ് ഒക്കെ കൊടുത്താലാണ് നമുക്ക് ഇവിടുത്തെ പ്രജയാന്ന് എടുക്കുക. ഒരു കൂട്ടർ ആൾക്കാരുടെ ടാക്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ ഭാഗമല്ലെന്ന് തോന്നും. ഇനിയുള്ളത് മുസ്ലിങ്ങളും പറയും, ഞങ്ങളിന്ന് ജക്കാത്ത് വാങ്ങിക്കുന്നുണ്ട്, അവരൊന്നും വാങ്ങിക്കാതെ അവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ വെച്ചിട്ടാണ് അവരുടെ ജിസിയ എന്നുള്ളത്. അതിനെ കണക്കൊക്കെ ഉണ്ട്, എത്ര കണക്കാന്നുള്ളതും അതൊക്കെ നമുക്ക് ജിസിയ എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഹദീസുകളെല്ലാം കാര്യം. പൊതുവെ ഇത് നോക്കുക, യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇങ്ങോട്ട് വരികയും ചെയ്ത ആൾക്കാരോട് യുദ്ധം പോയി നിൽക്കുമ്പോൾ അവിടെ യുദ്ധം ഒഴിവാക്കാനുള്ള വഴിയാണ്. ബാക്കി അന്ന് സാമ്രാജ്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്താ വെച്ചാൽ വെട്ടി കൊന്നിട്ട് അങ്ങ് പോകും. യുദ്ധത്തിന് പോയാൽ കൊല്ലും. അത് തന്നെ എന്നിട്ട് മൊത്തം പിടിക്കാം, ആ രാഷ്ട്രം കംപ്ലീറ്റ് പിടിക്കാം. യുദ്ധത്തിനോട് ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കുന്നു, ഞങ്ങൾ കീഴൊതുങ്ങി എന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാം വെട്ടി നിരപ്പാക്കി അതെല്ലാം നമുക്ക് ആക്കാം. പക്ഷെ അത് ഇസ്ലാം അത് ചെയ്യത്തില്ല. യുദ്ധം ഇല്ലാതാക്കാനും സമാധാനത്തിനും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ജിസിയ എന്ന് വരുന്നത്. സമാധാനമാണല്ലോ ടോപ്പിക്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോ റൂളിലും കാണാൻ പറ്റും, ഓരോ പോയിന്റിലും ഇസ്ലാം സമാധാനത്തിനെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തേക്കുന്നത് എന്നുള്ളത്. അവരുടെ അടുത്ത് പറയുന്നു മുസ്ലിം ആവെന്ന് പറയുന്നു, വേണ്ട ആൾനാശം വേണ്ട, കൊല്ലണ്ട, നിങ്ങൾ ജിസിയ തന്ന് നിങ്ങളുടെ കൺട്രോളിൽ നിന്നോളൂ, നിങ്ങൾ ഒരിക്കൽ വന്നതല്ലേ, ഞങ്ങൾക്ക് എതിരായിട്ട് എന്തായാലും യുദ്ധത്തിന് പറഞ്ഞ് വന്നതല്ലേ, ഇനി വന്ന് വരരുത്, ഇനിയൊരു പിന്നെ ഇങ്ങനെ വന്ന് നമ്മളെ മെനക്കെടുത്തരുത്. ഇത്ര ആൾക്കാരും വിശന്ന് പട്ടിണി കിടക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ വരുന്നത് യുദ്ധത്തിന്. അതുപോലെ അപ്പുറത്തെ ഗോത്രങ്ങൾ അവർക്കും ഒരു ഇത് കാണും, ഇനി മുഹമ്മദ് നബിയുടെ അടുത്ത് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം രാഷ്ട്ര സെക്യൂരിറ്റിക്കും ആ സ്വന്തം മദീന സ്ട്രോങ് ആക്കാനും അതിൽ ന്യായമായ കാര്യങ്ങളാണ്. ഇങ്ങോട്ട് വന്നവരോടാണ്. അപ്പം അത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ 9:29 നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. 9:29 തബൂക്ക് യുദ്ധമാണ്. അത് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധം എന്താണെന്നൊക്കെ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ പറയാം. ജിസിയ ഇതാണെന്ന് വിചാരിക്കുക. എല്ലാ മൈനോറിറ്റീസിനോടും ജിസിയ ഇല്ല, എല്ലാ നോൺ മുസ്ലിമോടും ജിസിയ ഇല്ല. യുദ്ധത്തിന് വന്ന ആൾക്കാരോട് അവർക്ക് യുദ്ധത്തിൽ തോറ്റു എന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ ഇനി യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെയും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പമാണ് ഇത്. ഞങ്ങളുടെ കൺട്രോളാണ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിരുന്ന ഒരു ടാക്സ് ആണ്. അത് ആൾക്കാരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യുദ്ധം നടന്നവരെ കൊല്ലുന്നതായിരുന്നു അന്നത്തെ രീതി. പക്ഷെ ഇസ്ലാം അതല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടെ അതിന് കൊടുത്തു. അതാണ്.